ഒറ്റ മൈൻഡില് രാവിലെ എണീച്ച് നോക്കുമ്പോഴാണ് വണ്ടിക്ക് ചെറിയ കേടുപാടുകളൊക്കെ കണ്ടത്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. വണ്ടി എടുത്തു നേരെ വർക്ക്ഷോപ്പിലേക്ക്. അവിടെ എത്തി ചേട്ടൻ പറഞ്ഞു വൈകുന്നേരം ഉള്ളൂ ശരിയാക്കി കിട്ടുക. അങ്ങനെ വണ്ടി അവിടെ വെച്ച് ഞാനിപ്പോ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ കുറെ ആളുകൾ രാവിലെ തന്നെ ജോലിക്ക് കയറാം. അടുത്ത നിമിഷം തന്നെ എന്റെ മുന്നിലേക്ക് ഒരു ബസ് വന്നു നിന്നു. അങ്ങനെ ഞാനും ആ ബസ്സിൽ ഓടിച്ചാടി കയറി. അവിടുന്ന് അവസാന സ്റ്റോപ്പിലെങ്കിൽ ഞാനിപ്പോ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെയാണ് എറണാകുളം വഴി പോകുന്ന ട്രെയിൻ ഇങ്ങനെ വരുന്നത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ ആതിരപ്പള്ളി പോയാലോ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ ഞാൻ ഓടിച്ചാടി പോയിട്ട് ടിക്കറ്റ് എടുത്തു. ട്രെയിൻ കയറി കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ചാലക്കുടി എത്തി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ ദേ നിൽക്കുന്നു ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്. അതിൽ കയറി ഞാനിപ്പോൾ ടൗണിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ഇനി ഫുഡ് കഴിക്കലാണ്. ഒന്ന് വഴിക്ക് ദേ മണിച്ചേട്ടന്റെ പേര് എഴുതിയ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി. അങ്ങനെ അവസാനം ഒരു ഹോട്ടലിലെത്തി. ഊണില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബീഫും കപ്പയാണ് കേട്ടോ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത്. കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അത് പിടിച്ചില്ല. ഒരു വെള്ളം കുപ്പി വാങ്ങിയിട്ട് ഇതാ ആതിരപ്പള്ളി പോകുന്ന ബസ്സിൽ കയറി ഇരിക്കുകയാണ്. ബസ്സിൽ ഇഞ്ചി മിഠായി വിൽക്കുന്ന ചേട്ടൻ വന്നപ്പോൾ ഞാനും ഒന്ന് വാങ്ങി. ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ ആതിരപ്പള്ളിയിൽ ബസ് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ദേ ചേച്ചിമാരൊക്കെ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ 60 രൂപ ടിക്കറ്റ് കൊടുത്ത് ഞാൻ പുള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നവർക്ക് ഇതുപോലുള്ള രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇവരെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഫോണിൽ ഫോട്ടോസ് കൊടുത്തു. ഒടുക്ക് ഞാൻ ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഒന്നൊന്നര കാഴ്ചയായിരുന്നത്. ഇവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും കപ്പിളായിട്ടൊക്കെ വന്നവരെ ആൾക്കാരുണ്ട്. ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടോണ്ടിരിക്കുക എന്ത് രസമാണല്ലേ. കുറെ നേരം ഞാൻ ഇത് ഇങ്ങനെ കണ്ടോണ്ടിരുന്നു. മേലേന്ന് ഇങ്ങനെ ഒഴുകി എത്തുന്നത് ഒരുപാട് വെള്ളമാണ്. പക്ഷെ ഇത് താഴെ എത്തുമ്പോൾ എന്താ ഇത്ര കുറച്ച് വെള്ളം? അതൊക്കെയായിരുന്നു എന്റെ ചിന്ത. കുറെ ആൾക്കാർ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ചിലവരൊക്കെ എന്റെ പോലെ ഇങ്ങനെ ഇത് ആസ്വദിക്കുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം നമ്മൾ എവിടുന്ന് നോക്കി കഴിഞ്ഞാലും വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. സമയം ഒരുപാടായപ്പോൾ ഞാൻ ഇനി ഇവിടുന്ന് ഇറങ്ങാണ്. പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കട കണ്ടപ്പോൾ അതും വാങ്ങി ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. പുറത്തിറങ്ങിയപ്പോൾ അതേ നമുക്കുള്ള ബസ് വരുന്നത്. തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ബസ്സും ട്രെയിനൊക്കെ കയറി ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.